എല്ലാവർക്കും നമസ്കാരം. മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ നാലാമ്പട വീടാണ്. സ്വാമിമലയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ സ്വാമിമല എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ തഞ്ചാവൂർ മാവട്ടത്തിൽ കുംഭകോണത്തിലിരുന്ന് 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്വാമിമല എന്ന് പറയുന്ന അമ്പലം ഉള്ളത്. അതുമാത്രമല്ല, മുരുകന്റെ എല്ലാ ക്ഷേത്രങ്ങളും മലയിന്റെ മുകളിലാണ് ഉള്ളത്. തിരുച്ചെന്തൂർ മാത്രം കടലിന്റെ മട്ടത്തിൽ ഉള്ളത്. പക്ഷേ ഈ സ്വാമിമല എന്ന് പറയുന്ന ഈ അമ്പലം നാച്ചുറലായിട്ട് വന്ന മലയിലല്ല. ഇത് എന്തെന്ന് വെച്ചാൽ എല്ലാവരും ചോള രാജാവ് ഇരുന്ന സമയത്തിൽ എല്ലാ മക്കളും പല്ലായിരക്കണക്കാണ് കരിങ്കൽ കൊണ്ട് കുമിച്ച് ചേർത്ത് ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ഹില്ലാണ് ഈ മല. മുരുകന്റെ 6 പട വീടുകളിലും മിகவும் പ്രസിദ്ധിപ്പെട്ട സ്ഥലം എന്തെന്ന് വെച്ചാൽ ഈ നാലാമ്പട വീടാണ്, സ്വാമിമലയാണ്. എന്തെന്ന് വെച്ചാൽ തന്റെ തന്തയാണ് ശിവപെരുമാനുക്ക് ഓം എന്നും പ്രണവ മന്ത്രത്തെ ഉപദേശം ചെയ്ത സ്ഥലമാണ് സ്വാമിമല. അതായത് ഓം എന്നും പ്രണവ മന്ത്രത്തിൽ അർത്ഥം ഉപദേശിച്ച സ്ഥലമാണ്. ഇവിടെ മഹൻ ഗുരുവും പിതാവ് വിദ്യാർത്ഥിയുമാണ്. അത് മാത്രമല്ല, അമ്പലത്തിന്റെ എൻട്രൻസിൽ ശിവന്റെ ലെഫ്റ്റ് ഷോൾഡറിൽ മുരുകപ്പെരുമാൻ ഇരുന്ന് ഉപദേശം ചെയ്യും കാഴ്ചയും അവിടെ ശില്പമായിട്ട് ഉള്ളു. മുരുകപ്പെരുമാൻ തന്തയ്ക്ക് ഉപദേശം ചെയ്ത സ്ഥലമായതുകൊണ്ട് മുരുകപ്പെരുമാന്റെ പേര് ഇവിടെ സ്വാമിനാഥൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്വാമി എന്ന് പറയുന്നത് മുരുകൻ. പിന്നെ അത് മാത്രമല്ല, അരുണഗിരിനാഥർക്കും സ്വാമി മുരുകപ്പെരുമാൻ അവിടെ പ്രണവ ഉപദേശം ചെയ്ത സ്ഥലവും ഈ സ്വാമിമലയാണ്. ഈ സ്വാമിമല എന്ന് പറയുന്ന സ്ഥലം പണ്ട് തിരുഏരകം എന്നും പേരുണ്ടായിരുന്നു. അവിടെ തിരുഏരകം എന്നും പേരുണ്ടായിരുന്ന കൊണ്ട് അവിടെ ഇരിക്കുന്ന മൂലവരുടെ പേരും തിരുഏരകമൂർത്തി എന്നാണ് പേര്. പൊതുവെ എല്ലാ മുരുകക്ഷേത്രത്തിലും മുരുകന്റെ വാഹനം ഏതായിരിക്കും? മയിലായിരിക്കും. പക്ഷേ ഇവിടെ മാത്രം അങ്ങനെയല്ല. ഇവിടെ മുരുകന്റെ വാഹനം എന്ന് പറയുന്നത് ആനയാണ്. മൂലസ്ഥാനത്തിൽ ഇരിക്കുന്ന മുരുകന്റെ വാഹനം ആനയാണ്. അതുമാത്രമല്ല, ഈ സ്വാമിമലയിൽ മുരുകപ്പെരുമാനുക്ക് 3 വാഹനമുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ ഒന്ന് മയിൽ, ഇന്നൊന്ന് ആന, മൂന്നാമത്തെ ആട്. മുരുകപ്പെരുമാനുക്ക് ദേവേന്ദ്രൻ സന്മാനമായിട്ട് കൊടുത്തതാണ് ഈ ആന എന്നാണ് അറിയപ്പെടുന്നു. മുരുകപ്പെരുമാൻ ഇവിടെ നിന്ന കോലത്തിലാണ് കാഴ്ച തരുന്നത്. അതുമാത്രമല്ല, ഇവിടത്തെ സ്ഥല വൃക്ഷமாக നെല്ലിമരമുണ്ട്. ഇതിനെ താത്രി മരം എന്നും വിളിക്കുന്നുണ്ട്. ഈ നെല്ലിമരം സ്ഥലവൃക്ഷமாக அமைவதற்கு ഒരു കാരണമുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ ഭൂമി ദേവിക്ക് ഒരു ശാപം ഉണ്ടായിരുന്നു. ആ ശാപം മാറിക്കിട്ടാൻ വേണ്ടി ഭൂമി ദേവി എവിടെ വന്നെന്ന് വെച്ചാൽ ഈ സ്വാമിമലയിൽ വന്ന് ദർശിച്ച് അതിന്റെ ശാപം നീങ്ങി കിട്ടി. അപ്പോൾ ഭൂമി ദേവിക്ക് ഇവിടെ ഇരുന്ന് മാറിപ്പോവാൻ മനസ്സില്ലാതെ ഇവിടെ നെല്ലി വൃക്ഷമായിട്ട് അവിടെ വളർന്നു വന്നു. ഇപ്പോഴും അവിടെ ഇരിക്കുന്ന നെല്ലിമരം ഭൂമാദേവി എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നു. പിന്നെ സ്വാമിമലയിൽ കിട്ടുന്ന തീർത്ഥത്തിന് തനി ചിറപ്പുണ്ട്. അതെന്തെന്ന് വെച്ചാൽ അവിടെ കിട്ടുന്ന തീർത്ഥത്തിന്റെ പേര് വജ്രതീർത്ഥം എന്നാണ് പേര്. എന്ന് വെച്ചാൽ താഴെ ഇരിക്കുന്ന മീനാക്ഷി സുന്ദരേശ്വരർ അമ്പലത്തിൽ അടുത്ത് ഒരു ചെറിയ കിണറുണ്ട്. ആ കിണറ്റിൽ ഇരുന്ന് കിട്ടുന്ന വെള്ളത്തിന്റെ പേരാണ് വജ്രതീർത്ഥം എന്ന് പേര്. ആ വജ്രതീർത്ഥം കൊണ്ടാണ് മേലിലിരിക്കുന്ന സ്വാമിനാഥനുക്ക് അഭിഷേകം ചെയ്യുന്നത്. ഈ താഴെ കിണറ്റിലിരിക്കുന്ന ഈ വജ്രതീർത്ഥത്തിന് എത്ര ശക്തി ഉണ്ടെന്ന് വെച്ചാൽ, എത്രേ ചിറപ്പുണ്ടെന്ന് വെച്ചാൽ, ബ്രഹ്മഹത്യ ദോഷത്തെ മാറ്റിത്തരാനുള്ള ശക്തി ഈ വജ്രതീർത്ഥത്തിനുണ്ട്. അതുമാത്രമല്ല, ഈ വജ്രതീർത്ഥത്തിനെ എടുത്ത് നമ്മളുടെ തലയിൽ തെളിക്കുവാങ്ങി നമ്മുടെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടും എന്നാണ് ഇപ്പോഴും അവിടുത്തെ ഐതിഹ്യം. സ്വാമിമലയിൽ ഇരിക്കുന്ന മുരുകന്റെ പേര് എന്തെന്ന് വെച്ചാൽ സ്വാമിനാഥൻ എന്നാണ് മുരുകന്റെ പേര്. ഈ സ്വാമിമലയുടെ മുകളിൽ കയറി ചെല്ലണമെങ്കിൽ അവിടെ 60 പടികളുണ്ട്. അതായത് 60 സ്റ്റെപ്സ് ഉണ്ട്. ഈ 60 സ്റ്റെപ്സും തമിഴ് വരുടമാണ് 60 വർഷത്തെ കുറിക്കുന്നതാണ് ഈ 60 പടികളും. ഇനി നമുക്ക് സ്വാമിമലയിൽ മുരുകപ്പെരുമാൻ എങ്ങനെ പോയി താമസിച്ച് എന്ന് പറഞ്ഞുള്ള കഥയെ നമുക്ക് ഇനി കാണാം. ഒരു ദിവസം ബ്രഹ്മദേവനുക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പം മുരുകപ്പെരുമാൻ എന്ത് ചെയ്യും? ബ്രഹ്മദേവന്റെ അഹങ്കാരം മാറ്റിയെടുക്കാൻ വേണ്ടി ബ്രഹ്മദേവനെ പിടിച്ച് സിറയിലടിക്കും.
അതുമാത്രമല്ല ഓം എന്നും പ്രണവ മന്ത്രത്തിന്റെ മഹിമയെ ഈ നാട്ടിലുള്ള ലോകത്തിലുള്ള എല്ലാ മക്കളും മനസ്സിലാക്കാൻ വേണ്ടി ബ്രഹ്മദേവനെ പിടിച്ച് ഇപ്പം ജയിലിൽ അടച്ചു. അപ്പം എല്ലാ ദേവന്മാരും ശിവപെരുമാനടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. എങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നു? ഭഗവാനെ, മുരുകപ്പെരുമാൻ ബ്രഹ്മദേവനെ പിടിച്ച് ജയിലിൽ അടച്ചു. അതുമാത്രമല്ല, കാക്കുന്നതും അഴിക്കുന്നതും സംഹാരം ചെയ്യുന്നതും എല്ലാം മുരുകപ്പെരുമാൻ മാത്രമേ ചെയ്യുന്നു. പ്ലീസ് എങ്ങനെങ്കിലും മുരുകപ്പെരുമാൻ എടുത്ത് പറഞ്ഞ് ബ്രഹ്മദേവനെ പുറത്താക്കുവോ എന്ന് പറഞ്ഞ് ഒരു റിക്വസ്റ്റ് വയ്ക്കാൻ വേണ്ടി എല്ലാ ദേവന്മാരും ശിവപെരുമാൻ എടുത്ത് പോയി. അപ്പൊ ശിവപെരുമാൻ എന്ത് ചെയ്യും? പതുക്കെ മുരുകപ്പെരുമാൻ എടുത്ത് വരുന്നത്. ശിവപെരുമാൻ വന്നിട്ട് പറയും, മകനെ, നമ്മൾ തന്നെ എല്ലാ ജോലിയും ചെയ്യുന്നത് ശരിയാണോ? അവരവരുടെ ജോലി അവരവർ ചെയ്യുന്നതല്ലേ ശരി? എന്തിനാ നീ പിടിച്ച് ബ്രഹ്മദേവനെ ജയിലിൽ അടച്ചു എന്ന് ഒന്നും അറിയാത്ത കണക്ക് ശിവപെരുമാൻ മുരുകപ്പെരുമാനടുത്ത് ചോദിച്ചു. അപ്പൊ മുരുകപ്പെരുമാൻ പറയും, അതല്ല അച്ഛാ, ഈ ബ്രഹ്മദേവനക്ക് ഭയങ്കര അഹങ്കാരം. അതുമാത്രമല്ല, ഓം എന്നും പ്രണവ മന്ത്രത്തിന്റെ അർത്ഥവും അറിയത്തില്ല, എന്നെ കളിയാക്കി, അതുകൊണ്ടാണ് ഞാൻ ജയിലിൽ പിടിച്ചടച്ചെന്ന് മുരുകപ്പെരുമാൻ പറയും. അപ്പൊ ശിവപെരുമാൻ പറയും, അത് എന്താ അർത്ഥം? എനിക്കും അറിയത്തില്ല, ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ അതിന്റെ മീനിങ് എന്താണ് എന്ന് ശിവപെരുമാൻ ചോദിക്കും. അതുമാത്രമല്ല, ശിവപെരുമാൻ എന്ത് ചെയ്യുന്നു? ഇപ്പം മുരുകപ്പെരുമാനടുത്ത് ഉപദേശം വാങ്ങാൻ പോകുന്നു. എന്ത്? ഓമെന്നും പ്രണവ മന്ത്രത്തെ ഉപദേശം വാങ്ങിക്കാൻ പോകുന്നു. ഇപ്പം നമ്മൾ ഒരു ഗുരുവിനടുത്ത് പോയിട്ട് ഉപദേശം വാങ്ങുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ താന്നിരിക്കും, നമ്മളുടെ ഗുരു നമ്മളുടെ മേലിൽ നിന്ന് നമ്മളുടെ ചെവിയിൽ പറഞ്ഞു തരും, അല്ലേ? അതുപോലെ ശിവപെരുമാൻ എന്ത് ചെയ്യും? തന്റെ വായും പൊത്തി മുട്ടുകുത്തി അവിടെ നിൽക്കുക. എന്തിനാ? തന്റെ മോന്റെ അടുത്ത് ഉപദേശം വാങ്ങാൻ വേണ്ടിയാ. അപ്പൊ മുരുകപ്പെരുമാൻ എന്ത് ചെയ്യും? പതുക്കെ വന്ന് ശിവപെരുമാന്റെ ചെവിയിൽ ഓമെന്നും പ്രണവ മന്ത്രത്തെ പറഞ്ഞു കൊടുത്തത് മാത്രമല്ലാതെ അതിന്റെ അർത്ഥവും പറഞ്ഞു കൊടുത്ത് ഉപദേശം ചെയ്തു കൊടുക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, സനഹാദി മുനിവർക്കേ ഉപദേശം ചെയ്തവരാണ് ശിവപെരുമാൻ. അവർക്ക് അറിയാത്തതാണോ ഈ ലോകത്തിലുള്ളത്? അപ്പൊ ശിവപെരുമാനക്ക് എല്ലാം അറിയാം. പക്ഷേ ഒന്നും അറിയാത്തതുപോലെ ഈ തിരുവിളയാടലെ വിളയാടി കാണിക്കാൻ വേണ്ടിയാണ് ശിവപെരുമാൻ മുരുകപ്പെരുമാനെ അടുത്ത് വന്ന് ഉപദേശം വാങ്ങിക്കാൻ വന്നത്. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവുന്ന വെച്ചാൽ, ഇത് മുരുകപ്പെരുമാൻ ശിവപെരുമാനക്ക് കൊടുത്ത ഉപദേശമല്ല. ആരായാലും നമ്മുടെ ഗുരുവിനെ, അത് ചെറിയവരോ വലിയവരോ, നമുക്ക് നല്ല കാര്യം പറഞ്ഞു തരുവാണെങ്കിൽ അവർ ഗുരുവായിട്ട് ഏറ്റ് നമ്മൾ അവർ പറയുന്നത് കേട്ട് നല്ലതായിട്ട് ജീവിക്കണം എന്നാണ് ഇതിന്റെ മീനിങ്. അതുകൊണ്ടാണ് ഈ സ്വാമിമല എന്നും സ്ഥലം ഗുരുസ്ഥലം എന്നും അറിയപ്പെടുന്നത്. മുരുകപ്പെരുമാനെ സ്വാമിമലയിൽ 2 വേഷത്തിലാണ് നമ്മൾ കാണുന്നത്. ഒന്ന് 6 അടി ഉയരത്തിലുള്ള പരമജ്ഞാനിയായിട്ടും മറ്റൊന്ന് ബാലമുരുകനുമായിട്ടാണ് അവിടെ നമ്മൾ ആരാധിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ വരുന്ന കാവിരി കിളൈ നദി, അതായത് കാവിരിയുടെ ഒരു ബ്രാഞ്ച് റിവറാണ് കുമാരതാരൈ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഇതിനും ഒരു വരലാറുണ്ട്. അതെന്തിനു വെച്ചാ, ഒരു ദിവസം ഗംഗാദേവി ശിവപെരുമാനടുത്ത് പോയി പറയും, എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് മുങ്ങി എന്നുവെച്ച് അവരുടെ പാവത്തെ എല്ലാം എൻ്റെ അടുത്ത് തന്നെ വിട്ടിട്ട് പോന്നു. ഈ പാവം എല്ലാം എൻ്റെ കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഈ പാവം എല്ലാം മാറിക്കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഉപായം ഉണ്ടോ എന്ന് ഗംഗാദേവി ശിവപെരുമാനടുത്ത് ചോദിക്കും. അപ്പൊ ശിവപെരുമാൻ പറയും, ഒന്നും വിഷമിക്കണ്ട, നീ പോയി കാവിരിയോട് ഒന്നിച്ചേർന്ന് കുമാരക്കടവളെ വഴിപാട് ചെയ്യുവാങ്ങി നിന്റെ പാവമെല്ലാം മാറിക്കിട്ടുമെന്നാണ് ശിവപെരുമാൻ ഗംഗയോട് പറഞ്ഞു. അപ്പോൾ ഗംഗ കാവിരിയോട് ഒന്നിച്ചേർന്ന് കുമാരക്കടവളെ വഴിപാട് ചെയ്ത് അതിന്റെ പാവമെല്ലാം മാറിക്കിട്ടി. അതുകൊണ്ടാണ് അതിന്റെ പേര് കുമാരധാരൈ എന്ന് പേര് വന്നു. സ്വാമിമലയിൽ മിகவும் പ്രസിദ്ധിപ്പെട്ടത് സപ്തസ്ഥാന സ്ഥലങ്ങളുണ്ട്. ആ സപ്തസ്ഥാന സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഈ സ്വാമിമല എന്നും പറയുന്ന അമ്പലമാണ്. എന്തായാലും നമ്മള് സ്വാമിമലയ്ക്ക് മുരുകപെരുമാനെ ദർശിക്കാൻ പോവെങ്കിൽ കുംഭകോണത്തിലുള്ള മിகவும் പ്രസിദ്ധിപ്പെട്ട ആ 7 അമ്പലത്തിലും പോയിട്ട് ദർശനം ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ പുണ്യങ്ങളും കിട്ടും. അത് എന്തെന്ന് വെച്ചാ, കുംഭകോണത്തിലുള്ള ആദി കുംഭേശ്വരർ ആലയം, രണ്ടാമത്തത് തിരുകലയനല്ലൂർ അമൃതകലശനാഥർ ക്ഷേത്രമുണ്ട്, മൂന്നാമത്തെ സ്ഥലം താരാസുരം, അവിടെ ആത്മനാഥസ്വാമി ക്ഷേത്രമുണ്ട്, നാലാമത്തത് തിരുവഴഞ്ചുഴി, അതായത് അവിടെ കബർദീശ്വരർ ആണ് പറയുന്ന ക്ഷേത്രമുണ്ട്, അഞ്ചാമത്തത് കൊട്ടയൂർ, അവിടെ കോടീശ്വരർ ക്ഷേത്രമുണ്ട്, ആറാമത്തത് മേലക്കാവേരി കൈലാസനാഥർ ക്ഷേത്രമുണ്ട്,
ഏഴാമത്തത് സ്വാമിമലൈ. അവിടെ സുന്ദരേശ്വര സ്വാമി ക്ഷേത്രമുണ്ട്. കുംഭകോണത്തിലുള്ള സപ്തസ്ഥാനങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ മിகவும் പ്രസിദ്ധിപ്പെട്ട സ്ഥലം എന്തെന്ന് വെച്ചാൽ സ്വാമിമലയിലുള്ള സുന്ദരേശ്വര സ്വാമി ആലയമാണ് മിகவும் പ്രസിദ്ധിപ്പെട്ട അമ്പലം. ഇനി ആരെങ്കിലും സ്വാമിമലയ്ക്ക് പോവാമെങ്കിൽ 7 അമ്പലങ്ങളെയും ദർശിക്കണം. പിന്നെ ഈ സ്വാമിമലയ്ക്ക് പോകുമ്പോൾ സുന്ദരേശ്വരരെയും ദർശിച്ചുകൊണ്ട് വരണം. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.